ഹേ ഗായ്സ്, അഞ്ജൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ദിസ് ഈസ് മീ ആഞ്ജലി. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു വ്ലോഗാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം കൊല്ലം ബീച്ചിൽ വൈകിട്ട് പോയി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞങ്ങൾ കൊല്ലം ബീച്ചിൽ ചെന്ന് ചായ കുടിക്കാനായിട്ട് നിർത്തി. മമ്മിയും പപ്പയും ഞാനും ഏട്ടനും അക്കുമോനും മീനുമോളും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. മീനുമോളുടെ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ടൂർ വിട്ടില്ല. അന്നേരം അതിൻ്റെ പരാതി അങ്ങ് തീർത്ത് കളയാമെന്ന് വെച്ച് അവൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ബീച്ചിൽ ചിലവഴിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ടൂറിന് പോയത്. അങ്ങനെ ബീച്ചിലേക്കായിരുന്നു ഞങ്ങളുടെ ടൂറ്. കൊല്ലം ബീച്ചിലേക്കായിരുന്നു. 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബീച്ചിലെത്തി. ഭയങ്കര വെയിലായിരുന്നു ഫ്രണ്ട്സ്. എന്നാലും കാണാൻ നല്ല രസമായിരുന്നു. എന്നും ആളിനൊട്ടും കുറവില്ലായിരുന്നു. എല്ലാവരും ഇങ്ങനെ വെയിൽ കിട്ടാതിരിക്കുന്ന രീതിയിൽ മരത്തിൻ്റെ അടിയിലൊക്കെ ഇരിക്കുമായിരുന്നു. ഞങ്ങളും അങ്ങനെ പോയി ഒരു മരത്തിൻ്റെ അടിയിലിരുന്നു. അന്നേരം പപ്പയ്ക്ക് വെയിലടിക്കുന്നതുകൊണ്ട് മമ്മി ടവല് തലയിലിട്ടോ എന്നും പറഞ്ഞ് പപ്പയുടെ കൊടുത്തു. അക്കുമോന് തൊപ്പി ഉണ്ടായിരുന്നു. മീനൂസ് പിന്നെ വെയിലത്തല്ലേ ഇരിക്കുന്നത്. അമ്മയ്ക്ക് ഷാളുണ്ട്, എനിക്ക് ഷാളുണ്ട്, ഏട്ടനും കർച്ചീഫ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വെയിലുണ്ട്. പിന്നെയും അവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞ് ഞാനും ഏട്ടനും കൂടി അങ്ങോട്ട് നടന്നു. ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ നോക്കി. അന്നേരം കാണാം കൊല്ലം ബീച്ചിൻ്റെ സ്റ്റേജിൻ്റെ അവിടെയായിട്ട് കുറച്ച് സ്ഥലം കണ്ടു. അതുമാത്രമല്ല അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിന്നു. എന്താണ് അവിടെ പ്രോഗ്രാം നടക്കുന്നത് എന്നറിയണ്ടേ. അന്നേരം നോക്കിയപ്പോൾ കാണാം മേളിൽ ഇഷ്ടം പോലെ പരുന്ത് ഫ്രണ്ട്സ്. നമുക്ക് എണ്ണുന്നതിലും അധികം പരുന്തുകൾ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അത് അവർ കൊണ്ടുപോകും. അതുകൊണ്ട് ഫുഡ് അങ്ങനെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവർ കൊണ്ടുപോകും. അത്രയ്ക്ക് പരുന്തുകളുണ്ട് ഫ്രണ്ട്സ്. അതിൻ്റെ കൂടെ പട്ടവും പറക്കുന്നുണ്ട്. ഈ പരുന്തുകൾ പട്ടത്തിൻ്റെ വള്ളിയിൽ തട്ടി പട്ടം പൊട്ടിച്ചൊക്കെ വിടുന്നുണ്ട്. എന്തായാലും നല്ല കാഴ്ചയാണ്. ഞാൻ ഇത്രയും പരുന്തുകളെ അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് ഫ്രണ്ട്സ്. നമ്മുടെ സ്റ്റേജിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും പാട്ട് പാടാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. നവംബർ 14 ശിശുദിനത്തിനോടനുബന്ധിച്ചുള്ള എന്തോ ഒരു പ്രോഗ്രാം ആയിരുന്നു അതിന്. കൊല്ലം മേയറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. പരുന്തിൻ്റെ കാഴ്ച തന്നെ ഒരുപാടുണ്ട് ഫ്രണ്ട്സ്. കാരണം അത്രയ്ക്ക് പരുന്തായിരുന്നു അവിടെ. അങ്ങനെ ആ ബീച്ചിലേക്കുള്ള വ്യൂ നിങ്ങൾ കണ്ടോ. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട്. അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. പിന്നെ ആൾക്കാരുകളൊക്കെ കൂടിക്കൂടി വരുന്നു. കച്ചവടക്കാരൊക്കെ കൂടിക്കൂടി വരുന്നു. മേഘങ്ങളുള്ളത് കൊണ്ട് സൂര്യൻ്റെ അസ്തമയം അത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ കാണാൻ പറ്റി ഫ്രണ്ട്. ഓഡിറ്റോറിയത്തിൽ സ്കൂൾ കൗൺസിലർമാരുടെയും നമ്മളുടെ തന്നെ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളുടെയും കലാപരിപാടികളും തെരുവ് നാടകവും അരങ്ങേറുകയാണ്. ഈ പരിപാടിയിലേക്ക് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കൊല്ലം ജില്ലയുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട സനിൽ വെള്ളിമൺ സാറാണ്. കുട്ടികളുടെ വിഷയത്തിൽ അങ്ങേയറ്റം ഇടപെടുകയും ഓരോ കുട്ടിക്കും അവരുടെ ശ്രദ്ധയും സംരക്ഷണവും നീതിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട സനിൽ വെള്ളിമൺ സാറിൻ്റെ പ്രവർത്തനങ്ങൾ. അങ്ങേയറ്റം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബഹുമാനപ്പെട്ട സനിൽ വെള്ളിമൺ സാറിനെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദത്തിലേക്ക് ഏറെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എല്ലാവരുടെയും പേരിലും ഇന്നത്തെ ഈ പരിപാടിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്നത് ബഹുമാനപ്പെട്ട കൊല്ലം കോർപ്പറേഷൻ മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ് അവറുകളാണ്. നമ്മുടെ ഈ പരിപാടിക്ക് എന്തുകൊണ്ടും യോഗ്യമായ ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മേഡത്തോട് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മളോട് ഏൽക്കുകയും ഇവിടെ നമ്മളോടൊപ്പം പങ്കുചേരുകയും ബഹുമാനപ്പെട്ട മേഡം ചെയ്തു. ഒത്തിരി സ്നേഹത്തോടു കൂടി മേഡത്തെ നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ മേയർ ബഹുമാനപ്പെട്ട പ്രസന്ന മേഡം ഏണസ്റ്റ് മേഡത്തെ ഒത്തിരി സ്നേഹപൂർവ്വം നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഇന്നത്തെ ഈ ദിവസത്തിന്റെ പേരിലും കുട്ടികളുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു. കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടം തോന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നു. ഇനി പിള്ളേരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്തുവാ? തിരമാലയിൽ ചാടുക. അങ്ങനെ അവരതാ തിരമാലയിൽ അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ വട്ടം എന്തോ നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഗവൺമെൻറ്റിൻ്റെ ബോട്ടൊക്കെ അതിലേക്കൂടെ പോകുന്നുണ്ടായിരുന്നു. നമ്മളോട് ഒരുപാട് ഉള്ളിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ലൈഫ് ഗാർഡ് കൂടെ നിന്ന് വിസിലടിക്കാനും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എന്താ വിഷയം എന്നറിയില്ല. കണ്ടോ, അവരുടെ ബോട്ടാണ് പോകുന്നത്. വിഷയം എന്നറിയില്ല. എന്നാലും നമ്മൾ ഉള്ളിലോട്ട് ഇറങ്ങിയില്ല. ഇങ്ങോട്ട് വലിയ വലിയ തിരമാലകൾ വരുന്നത് മാത്രമേ നമ്മൾ കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങിയുള്ളൂ. അതാ അപ്പയും മക്കളും, അപ്പയും കൊച്ചുമക്കളും കൂടെ അതായിരിക്കുന്നു അവർ. അക്കുമോന് കഴിഞ്ഞ ആഴ്ച വരെ ബീച്ച് വന്നപ്പോൾ പേടിയായിരുന്നു കേട്ടോ. ഈ വട്ടം ബീച്ച് വന്നപ്പോൾ അവൻ്റെ പേടി എവിടെ പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അത് വലിയൊരു അതിശയമായിരുന്നു ഫ്രണ്ട്സ്. അവൻ ഈ വട്ടം പേടിയേ ഇല്ല. ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് കൈ നീട്ടി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ വട്ടം അവന് ഭയങ്കര പേടിയായിരുന്നു. അവൻ ഇറങ്ങിയതേ ഇല്ലായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ പപ്പയും മക്കളും അതാ നിൽക്കുന്നത്. എന്താ ഒരു സന്തോഷം എന്ന് കണ്ടില്ലേ. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം. കാരണം മീനൂസിന് അങ്ങോട്ട് ചെന്നോളാൻ വയ്യാതിരിക്കുക. അതുപോലെ അക്കുമോന് ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും വെള്ളത്തിലോട്ട് ഓടി ഇറങ്ങുന്നവൻ. അങ്ങനെ അവർ അധികം ഉള്ളിലോട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ കുട്ടികളുടെ സന്തോഷമാണല്ലോ നമുക്കും വലുത്. മീനൂസിന് പിന്നെ ഭയങ്കര സന്തോഷമായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. താങ്ക്സ് ഫോർ വാച്ചിങ്.